ഇങ്ങനെയൊന്നും അല്ലടാ, ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ടു മീമുട്ടി വാട്ടർഫോൾ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് മറ്റെങ്ങും അല്ല, നമ്മുടെ സ്വന്തം മീമുട്ടിയിലാണ്. സ്വന്തം മീമുട്ടി എന്ന് പറയാൻ കാരണം ഞാനൊരു കിളിമാനൂരുകാരിയാണ്. ഞങ്ങളുടെ സ്വന്തം മീമുട്ടി എന്ന് പറഞ്ഞു നടന്നിരുന്ന ഞാൻ ഇപ്പോൾ അറിയുന്നത് ഇതിന്റെ ഒറിജിനൽ പേര് ഇരുന്നൂട്ടി എന്നായിരുന്നു. ശ്രീനാരായണ ഗുരു പണ്ട് ഇവിടെ ആർക്കൊക്കെയോ ആ പാറയിൽ ഇരുന്ന് ഊട്ടിയത് കൊണ്ട് ഇരുന്നൂട്ടി എന്നൊരു പേരുണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ അത് മീമുട്ടി എന്നുള്ളൊരു പേരിലേക്ക് വന്നതെന്ന്. സത്യാവസ്ഥ എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. നമ്മുടെ ചെറിയ ഒരു പാലരുവി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ശരിക്കും മീമുട്ടിയുടെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ ആ ഒരു മഞ്ഞ പാലം കഴിഞ്ഞ് ഈ ഒരു പാറക്കെട്ടുകൾക്കിടയിലൂടെ നമ്മൾ നടന്ന് താഴെ എത്തണം. അതിനുശേഷം മുകളിലോട്ട് നോക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു ഒറിജിനൽ ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, എന്നാലും നമ്മളത് സഹിച്ച് താഴെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച കണ്ടിട്ട് വരാം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പണ്ട് അധികം സ്ത്രീകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെയൊന്നും എൻജോയ് ചെയ്യാൻ വന്നിരുന്നില്ല. കാരണം അവരുടെ ഫാമിലി അതിനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഒരു സത്യം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഫാമിലി ആയിട്ട് ഹസ്ബൻഡ്, വൈഫ് അങ്ങനെ എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ കേരളം എത്ര പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നാട്ടിൻപുറത്തുകാർക്ക് അവരുടേതായ കുറച്ച് സ്വഭാവങ്ങളുണ്ട്. എന്നാൽ നാട്ടിൻപുറത്തുകാരും ഇപ്പോൾ കുറച്ചൊക്കെ മോഡേൺ ആയിട്ട് വരുന്നുണ്ട്, അവരുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും. സോ അത് എനിക്കൊരു തെളിവായിട്ടാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഒത്തിരി പേര് ഫാമിലി ആയിട്ട് ഒരുമിച്ച് വന്നാണ് എൻജോയ് ചെയ്യുന്നത്. അവിടെ ആരും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ അന്ന് പോയ ഒരു ടൈമിൽ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ അമ്മ, അമ്മായി, അമ്മായിച്ചൻ ഇവരെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. ഞാൻ കോളേജ് പഠിക്കുമ്പോഴും അതിനുശേഷം കല്യാണം കഴിഞ്ഞും ഞാനും സാൻഡോടിനും ഇവർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇവർ രണ്ടുപേരുടെ മുഖത്തുണ്ട്. പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം പറയണ്ട, വെള്ളം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോകുന്ന പോലെ തന്നെയാണ് അമ്മയുടെയും. പക്ഷെ പണ്ടൊക്കെ അമ്മ അത് കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു, അടക്കവും ഒതുക്കവുമുള്ള ഒരു അമ്മയായിട്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മയ്ക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ്. എവിടെ ചെന്നാലും അമ്മയുടെ ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ വളരെ ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ സന്തോഷിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്ന എൻ്റെ അമ്മ ഇപ്പോൾ കുറച്ച് എക്സ്ട്രോവേർട്ടിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ചേട്ടനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും ഇത്രയും ആക്റ്റീവായിട്ടും എന്തുകൊണ്ടാണ് അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ പാവമായി പോയത്. ഇപ്പോഴാണ് മനസ്സിലായത്, ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ ഇങ്ങനെയുള്ള കുറേ കുരുത്തക്കേടുകളുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ താഴെ വന്ന് നമ്മൾ പല പാറകളിൽ കയറാമെന്ന് കരുതി ഓരോ സ്ഥലവും നോക്കുന്നുണ്ട്. പക്ഷേ പറ്റില്ല, കാരണം തെന്നി വീഴും, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ശക്തിയായിട്ട് വരുന്നതായിട്ട് തോന്നി. അപ്പോൾ ആൾക്കാർക്ക് അവിടെ നിന്ന് കുളിക്കാൻ പറ്റുന്നില്ല, ദേഹം നോവുന്നുണ്ട്, അത്രയ്ക്കും ശക്തിയായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റെവിടെയോ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇവിടേക്ക് ഇത്രയും ശക്തിയായിട്ട് വെള്ളം ഒലിച്ചു വരുന്നതെന്ന് പറഞ്ഞ് പലരും പാറയിൽ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. കുറേ പേരൊക്കെ കയറാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇത്രയും നല്ല ശക്തിയുള്ള വെള്ളച്ചാട്ടമാണ് അല്ലെങ്കിൽ ആ സമയത്ത് അത്രയും വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് പോകുന്നത് കുറയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സേഫ്റ്റി ആ ഒരു രീതിയിൽ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. ഇത്രയും ശക്തിയായിട്ട് വെള്ളം വന്നുകൊണ്ടിരുന്നിട്ട് പോലും ഒരുപാട് പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഒരു ആഗ്രഹമില്ലേ, അവിടെ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചാലോ, ഒന്ന് മണ്ടയിലൊക്കെ കയറിയാലോ. അങ്ങനെ ഞാനും സാൻഡുവേട്ടിനും അതിവിദഗ്ധമായി ആ ഒരു വേരിൻ്റെ പുറത്തൂടെയൊക്കെ മണ്ടയിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം മഴവെള്ളം ഉള്ളതുകൊണ്ട് നല്ല തെന്നലുണ്ടായിരുന്നു. വേരിലായാലും പാറയിലായാലും റിസ്ക് എടുക്കണ്ടെന്ന് കരുതി എൻ്റെ അമ്മായിയൊക്കെ അവിടെ നിന്നുകൊണ്ട് യോഗ കാണിക്കുകയാണ്. കാരണം ബിഹൈൻഡ് ദ സീൻ എൻ്റെ അമ്മയാണ് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരേപോലെയാണ് എൻജോയ് ചെയ്യുന്നത്. നമുക്കിത് കാണുമ്പോൾ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങണം, കുളിക്കണം എന്നൊക്കെ തോന്നും. സോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തോർത്തും സോപ്പുമായിട്ട് വരിക. അവിടെ ഞാൻ ഒരുപാട് പേര് അങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് തോർത്തും ഒന്നും എടുക്കാത്തത് കൊണ്ട് ഇറങ്ങാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങില്ല എന്ന് ഉറപ്പിച്ചിട്ട് വീട്ടിൽ ഇറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങാൻ തോന്നും. അതുകൊണ്ട് അങ്ങനെ വരിക. അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മൾ ഫുൾ മീൻമുട്ടി എല്ലാം കണ്ട് കറങ്ങിയതിന് ശേഷം തിരിച്ചു മടങ്ങുകയാണ്. തിരിച്ചു കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇറങ്ങുന്ന പോലെ ആയിരിക്കില്ല. പിന്നെ ആ പാറയുടെ മണ്ടയിൽ കൂടെ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ കൂടെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റുന്നതാണ്. പാലത്തിൻ്റെ അടിയിൽ നിന്നാൽ നമുക്കങ്ങനെ കാണാൻ പറ്റും.
നമ്മളാരും ആ സ്ഥലത്ത് പോയില്ല, സാൻഡ്രോയുടെ മാത്രമാണ് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ പോയത്. ആ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്, ആ മരത്തിന്റെ മുകളിൽ ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ട്. ഇനി പിൽക്കാലത്ത് അത് ഒരു അമ്പലമായി മാറുമോ എന്ന് എനിക്കറിയില്ല, ആരോ അവിടെ കൊണ്ടുവച്ചതാണ്. പിന്നെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഉള്ള വ്യൂ നോക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് കഴിയുമ്പോൾ ഒരു പേടിയും ഒരു തലകറക്കമൊക്കെ തോന്നും ചിലർക്കൊക്കെ. എനിക്കങ്ങനെ തോന്നിയായിരുന്നു. കുറെ നേരം നോക്കി നിൽക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ താഴെ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റെവിടെയോ നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് അവിടുത്തെ വെള്ളം ഒലിച്ച് നല്ല രീതിയിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഞങ്ങൾ അന്ന് പോയ ദിവസം കണ്ടത്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴൊന്നും ഇത്രയും നല്ല ശക്തിയുള്ള വെള്ളച്ചാട്ടം ആയിരുന്നില്ല. നമുക്കൊക്കെ അവിടെ അറ്റം വരെ പോയി നിന്ന് കുളിക്കാൻ പറ്റുന്ന അത്ര ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം എന്റെ കുറച്ച് ഷോസ് ആണ് നിങ്ങൾ കാണുന്നത്. ഞാനും സാൻഡ്രോയിനും കുറച്ച് സെൽഫി വീഡിയോ എടുക്കുകയാണ്. ബിഹൈൻഡ് ദി സീൻ ഈ ഒരു വാട്ടർഫാൾ ഉള്ളതുകൊണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ വളരെ പറ്റിയ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ ഒരു മീമുട്ടി വാട്ടർഫാൾ. എൻ്റെ കല്യാണത്തിന്റെ തലേ ദിവസം നമുക്ക് ഇവിടെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്കായിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കുറച്ച് പേരുടെയൊക്കെ എൻഗേജ്മെന്റ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ വെച്ചായിരുന്നു. വളരെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള എന്നാൽ അധികം ചെലവില്ലാത്ത ഒരു കാര്യമാണ് ഈ ഒരു മീമുട്ടി വാട്ടർഫാൾ. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ കിളിമാനൂര്, ട്രിവാൻഡ്രം ഏരിയയിലുള്ളവർക്ക് വളരെ എളുപ്പത്തിന് എത്താൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. 200 എന്നുള്ളൊരു പേര് മാത്രമല്ല, ഈ ഒരു വാട്ടർഫാളിന്റെ അടുത്തായിട്ട് മറ്റൊരു അമ്പലം കൂടിയുണ്ട്. പിന്നെ വരുന്നവർക്ക് കുളിച്ച് നേരെ വേണമെങ്കിൽ അമ്പലത്തിൽ കയറാം. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഷോസ് ഒക്കെയാണ് നിങ്ങളാ കാണുന്നത്, എൻ്റെ ഷോസ്. പിന്നെ നേരെ നമ്മൾ പോകുന്നത് മറ്റെവിടെയല്ല, അവിടെ കുറച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഐസ്ക്രീംകാരനൊക്കെ ഉണ്ട്. പണ്ടൊക്കെ പോകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സീനൊക്കെ എടുക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ എൻ്റെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോയിൽ ഉൾപ്പെടുന്ന ഒന്നാണ്, അതുകൊണ്ടാണ് നാച്ചുറൽ ആക്ടിംഗ് ആയിട്ട് വരുന്നത്. അങ്ങനെ മീമുട്ടി പോയ പോസ്റ്റ് കണ്ട ശേഷം ഇവിടെ സരിത മാമി, ഷൈൻ മാമൻ, അതായത് സാൻഡ്രോയുടെ മാമൻ, മാമി, അവർക്കെല്ലാവർക്കും വരാനൊരു മോഹം. അങ്ങനെ പിറ്റേ ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും പോയി മീമുട്ടിയിലേക്ക്. ഡേ 2 ഓഫ് മീമുട്ടിയാണ് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗൈഡായിട്ട് നമ്മൾ അവരെ മീമുട്ടി കാണിക്കാൻ പോവുകയാണ്. താഴെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്തിയിരിക്കുകയാണ് അന്നത്തെ പോലെ. അതിനുശേഷം ഇത്തവണ വന്നപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഫോഴ്സ് വളരെ കുറവായിരുന്നു. അന്ന് വന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുവിധ പാറകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അത്രയ്ക്കുള്ള ഒരു ഒഴുക്കും കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ധൈര്യം സംഭരിച്ച് അവിടെ ഇറങ്ങുകയാണ്. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നും. സോ അതുകൊണ്ട് അതിനുള്ള സാധന സാമഗ്രികളായിട്ട് വരിക. ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരിക, കാരണം അവിടെ കുളിച്ചു പോകും നമ്മൾ. അങ്ങനെ ഞാൻ അതിവിദഗ്ധമായി ഞാൻ സരിതമാമി, അനന്തു, അതുപോലെ എൻ്റെ അമ്മായി, ഞങ്ങൾ എല്ലാവരും അവിടെ ഇറങ്ങി. അച്ചാച്ചനും അമ്മാമ്മയും വന്നിട്ടുണ്ടായിരുന്നു. താഴെ ഇറങ്ങാൻ പാട് കരുതി അവരവിടെ തന്നെ എഴുന്നിരുന്നു. നമ്മളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങുന്ന സമയം നോക്കി സാൻഡ്രോയേട്ടൻ, നന്ദു, ഷൈൻമാമനും കൂടി സെൽഫി വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. ശേഷം ഞാനും സരിതമാമി, അനന്തും കൂടി അങ്ങനെ നടുക്ക് വന്നിരുന്നു. ഇറങ്ങിയ സന്തോഷത്തിൽ നമ്മൾ കുറച്ച് യോയോ ഒക്കെ പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ സകല പേരും കുളിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് കുറവാണെങ്കിലും ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളം വരുന്നതുകൊണ്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മായും നന്ദുവും കൂടി ആ മരത്തിന്റെ വേരിൽക്കിടയിൽ ഇരിക്കുകയാണ്. അനന്തു കണ്ണും തട്ടും കാത്തിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ നടുക്ക് പോയി നിന്ന് കുടിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ മാമനോ നന്ദുവോ ആരും ഇറങ്ങാത്തത് കൊണ്ട് അവനതിന് സാധിച്ചില്ല. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള കുട്ടികൾ തൊട്ട് ഏറ്റവും നല്ല പ്രായമുള്ളവർ വരെ ഇവിടെ വന്ന് കുളിക്കാറുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ പ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു സാൻഡ്രോയേട്ടനും. അതുപോലെ സാൻഡ്രോയേട്ടൻ്റെ മാമൻ, ഷൈൻ മാമനും, ഇവരെല്ലാവരും ഫോട്ടോഗ്രാഫി അഡിക്റ്റഡ് ആണ്. എപ്പോൾ പോയാലും ഫോണും ഇതുപോലെ ക്യാമറയൊക്കെ ആയിട്ട് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നാൽ അപ്പം അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അത് ഇവരുടെ ഒരു അഡിക്ഷനാണ്, കുടുംബ പാരമ്പര്യമാണ് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അങ്ങനെ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് വന്നപ്പോഴാണ് മഴ ചാറിയത്. മഴ ചാറി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മുകളിലോട്ട് വന്നു അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഐസ്ക്രീമിലോട്ട് പോയി. അങ്ങനെ എല്ലാവരും വീണ്ടും ഐസ്ക്രീം വാങ്ങിച്ചു. മഴ, മീമുട്ടി, ഐസ്ക്രീം, ആഹാ അന്തസ്, എന്താ കോമ്പിനേഷൻ. നമ്മുടെ മീമുട്ടി ഡേ 2-ൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ ഫോഴ്സ് കുറവായതുകൊണ്ട് സ്ത്രീകൾക്കും ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ വന്ന് നിൽക്കാൻ പറ്റുമായിരുന്നു. കാരണം അത്രയ്ക്കുള്ള ഒരു വെള്ളവും ആഴവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മഴയൊക്കെ ഒന്ന് തോന്നു. എന്നാൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് എല്ലാം കണ്ടിട്ടൊക്കെ വരാമെന്ന് കരുതി ഞങ്ങൾ വീണ്ടും മീമുട്ടിയിലേക്ക്, അതായത് മീമുട്ടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വീണ്ടും നമ്മൾ നടന്നു നീങ്ങി. അതാണ് അനന്തു. ഹാപ്പി ലാൻഡിലായാലും മീമുട്ടിയിലായാലും എൻ്റെ ക്രൈം പാർട്ട്ണറാണ് അവനും എനിക്കാണ് ഇതുപോലെ കുറച്ച് അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത്. അങ്ങനെ നമ്മൾ സരിതമാമി, അമ്മായി, ഞങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു.
അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ താഴോട്ടൊന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് നമ്മൾ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഇതുപോലെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഒരു ജിമ്മനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ Day 1 Day 2 മീൻമുട്ടി വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.